ഗൈസ് ഞാൻ പോകുന്നു. ടാറ്റാ. ഹരിച്ചേ ഗൈസ്. ഫ്ലൈറ്റ് വരുന്നുണ്ട്. അവിടുന്ന് വരുന്നുണ്ട്. വരട്ടെ. വരുമ്പോൾ കാണാം. അപ്പോൾ പെട്ടെന്ന് എനിക്ക് നാട്ടിൽ പോകാൻ തോന്നി. ഞാൻ ടിക്കറ്റ് എടുത്തു. ഞാൻ നാട്ടിലേക്ക് പോകുന്നു. പിന്നെ ഞങ്ങൾ റൂം ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ റൂമിലെ കുറച്ച് കാറും ലെഗോ എല്ലാം വീട്ടിൽ കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും നടക്കും. പിന്നെ ഒന്ന് വീട്ടുകാരെയും കാണാം. സോ ഐ എം ഗോയിങ് ഹോം ഫോർ ദ വീക്കെൻഡ്. ഇന്ന് പോകുന്നു, സൺഡേ തിരിച്ചു വരുന്നു. രൂപക്കാണ് നമ്മളെ എന്നത്തെയും പോലെ ബാക്കിൽ എന്നത്തെയും പോലെ ബർക്കത്ത് കാണുന്നുണ്ടോന്ന് അറിയില്ല. വിളിച്ചു മോശമാണ്. തൊട്ടരികിൽ മിർദിഫ് സിറ്റി സെന്റർ അമ്പരചുംബികളായ ബിൽഡിങ്ങുകൾ. ഏതെങ്കിലും ഫ്ലൈറ്റ് വരുന്നുണ്ടോ നോക്കട്ടെ. ഫ്ലൈറ്റ് വരുന്നുണ്ടോ ഗൈസ്? വരുന്നുണ്ടോ? ജസ്റ്റ് മിസ്സായിപ്പോയി. സോ ഇന്ന് ഫ്ലൈറ്റ് ടെർമിനൽ 2 എന്നാണ്. ഏറ്റവും ചീപ്പസ്റ്റ് ടിക്കറ്റ് നോക്കിയപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സേ ഉള്ളൂ. അപ്പം ടെർമിനൽ 2 എന്നാണ് എൻ്റെ ഫ്ലൈറ്റ്. 2:20 ഫ്ലൈറ്റ്. 2:20 പോയി 7:40 കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് സ്വാഗതം എന്ന് വിചാരിക്കുന്നു. यात्रा कृपया ध्यान कीजिए. गाड़ी नंबर 1003 आने की संभावना. അതെന്താ പറയുന്ന അറിയോ? റെയിൽവേ സ്റ്റേഷനിൽ ആനേനെ വാങ്ങാൻ സംഭാവന കൊടുക്കണം. എവിടെ വിമാനം വരുന്നുണ്ടോ? അപ്പുറത്തല്ലേ ഇവിടുന്ന് ലാൻഡിങ്. വി ആർ വെരി പാരലൽ ടു ദ പാരലൽ അല്ല ഇല്ല, വിമാനം വരുന്നില്ല. സോ അവിടെ തിരിയണം. ചെമ്പകം അവളൻ കളിത്തോഴി. ഓ അഴകാ കളിത്തോഴി. തൊട്ടാൽ പൂക്കും ചില്ലമേൽ പൊന്നായി മിന്നും പൂവുകൾ കാറ്റിൻ പ്രിയ തോഴി. ഓ കുളിരിൻ അവളൻ കളിത്തോഴി. ഓ കാർത്തികയിൽ നീ തിരിയായി പൂത്തു നിൽക്കും കൽവിളക്കേ നിന്നെ തൊഴുതു നിന്നു. നെഞ്ചിൽ കിളി പിടഞ്ഞു. കണ്ണിറുക്കിയ താരകൾ ചൊല്ലണ് പൊന്നിനൊത്തൊരു പെണ്ണാണ്. കൊന്ന മലരാൽ കോടിയൊടുത്തൊരു മേടനിലാവാണ്. താമരപ്പൂവിന്റെ ഇതളാണ്. എന്താടാ ഒരു ഗാനം ആലപിക്കാനും കൂടെ സമ്മതിക്കില്ലേ?
ഫുഡ് കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പാരഗണിലെത്തിയുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ ഞാൻ സ്ഥിരം ഇവിടെ വരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അല്ലെങ്കിൽ ഡിന്നർ കഴിക്കും. ഒരു വീട്ടിലേക്ക് സർപ്രൈസ് ആയിട്ട് കയറി ചെല്ലും. അവരാരും സർപ്രൈസ്ഡ് ആവില്ല. എന്നിട്ട് ഞാൻ ലഭ്യനാവും. അതാണ് യൂഷ്വൽ നടക്കുന്ന കാര്യം. ഇപ്രാവശ്യം എന്തെങ്കിലും ആവും നമുക്ക് നോക്കാം. സംഭവമൊക്കെ ശരി തന്നെ. എനിക്കിത് പറയണം തോന്നി. അതായത് ഇവിടെ ഇപ്പോൾ ഒരു സീറ്റുണ്ട്, അതിന് നേരെ മുന്നിൽ കൊണ്ടുപോയിട്ട് വേസ്റ്റിൻ്റെ ബിന്നോണ്ട് വെച്ചിട്ടുണ്ട്. ഇവരെല്ലാം ചെയ്യും, പക്ഷേ കുറച്ച് തലയിട്ടൂടെ അമ്മമാർക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ ചെറിയൊരു ബോധം. ഇതൊന്നും അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവും. ഞങ്ങൾ വയനാട്ടുകാർ കോഴിക്കോട് വന്നിട്ടുണ്ടെങ്കിൽ ബിരിയാണി, പാരഗൺ, കടൽ, റഹ്മത്ത് ഇതൊന്നും ഒഴിവാക്കില്ല. എല്ലായിടത്തും വന്നൊന്ന് ഒപ്പിട്ടിട്ട് പോകണം. അതാണ് അതിൻ്റെ ഒരു ഇത്. അല്ലെങ്കിൽ കോഴിക്കോട് വരലൊരു കംപ്ലീറ്റ് ആവില്ല. ഞങ്ങൾക്ക് കടലും ട്രെയിനൊന്നും ഇല്ലല്ലോ. സെൽഫ് ട്രോൾ മറ്റേ ടിറിയൻ ലാനിസ്റ്റർ പറഞ്ഞ പോലെ നമ്മളെ ഫെയിലിയേഴ്സ് നമ്മളൊരു ബാഡ്ജായിട്ട് കുത്തി നടക്കുക. അപ്പം ബാക്കിയുള്ളവർക്ക് നമ്മളെ അതും വെച്ചിട്ട് ഹേർട്ട് ചെയ്യാൻ പറ്റില്ല. ഒരവസരം കിട്ടിയപ്പോൾ പറഞ്ഞു തന്നേ ഉള്ളൂ. കുറച്ച് നേരം കടലൊക്കെ കണ്ടിട്ട് വീട്ടിലേക്ക് പോവാം. ഇടയ്ക്ക് ഞാൻ പണിയെടുക്കുന്ന മാധവൻ, പണിയെടുക്കാത്ത അൻസ്. ലീവ് എടുത്തു വന്ന ഞാനും. പറയും, 2 വാക്ക് പറയും. എൻ്റെ ചർച്ച കാര്യം പറ. ഞങ്ങൾ ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് ദുബായിലേക്ക് വരാൻ നിൽക്കുകയായിരുന്നു. അപ്പം മറ്റൊരു സർപ്രൈസ് ആയിട്ട് മിഷാൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ചതിച്ചതാ. അവൻ ഞായറാഴ്ച തിരിച്ച് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ടും പോകും. ഞങ്ങൾ വിമാനത്തിന് ടാറ്റാറോളാം. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ പൈലറ്റിനോട് പറയാം, ഒന്ന് ജസ്റ്റ് ഒന്ന് അടുപ്പിക്കാൻ പറയാം. നിങ്ങൾ വിമാനായിട്ട് അപ്പം ഞങ്ങൾക്കുള്ള ഉണ്ടമ്പരിയും മറ്റേ അച്ചപ്പം ഏൽപ്പിച്ചാൽ മതി. അവിടെ കൊടുക്കാം. നിങ്ങൾക്കുള്ള പരിപ്പിനുള്ള വടയും ചെയ്യാൻ ഞാൻ അവിടെ ഏൽപ്പിക്കാം. സെറ്റാ? ഓക്കെ ഓക്കെ. എത്ര ആത്മാർത്ഥയോടെ വർക്ക് ഫ്രം ഹോം എടുക്കുന്ന ഒരുത്തരം മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ അതോ നീ വിളിച്ചിരുന്ന വർക്ക് ഫ്രം ഹോം എടുക്കണേ? എന്തായാലും നോക്കുക. ചപ്പൻ എന്ത് ചെയ്തിട്ടും ഫലമില്ല. ഒരു പരിഹാരമില്ല.
ഞാൻ ബാക്ക് സീറ്റിൽ ഒളിച്ചിരിക്കുകയാണ്. നീ ഫസ്റ്റ് കയറിക്കോട്ടോ. അച്ഛൻ്റെ മോനെ നിനക്ക് കഴിക്കാൻ വീട്ടിലുള്ളത് അങ്ങനെ വീട്ടർ അങ്ങനെ വിചാരിച്ചേ, അങ്ങനെ നീ മനസ്സിലാക്കിയ നിനക്ക് നല്ല മിണ്ടല്ലേ. വർത്താനം പറയാൻ ഞാൻ മതിയോ? ഉഷാറല്ലേ? വല്ലാത്ത സാധനങ്ങളെ ഞങ്ങൾ ഇട്ടോ. നിങ്ങൾ വർത്താനം പറയാനല്ലോ. അപ്പൊ ഞാൻ കയറാന്ന് വെച്ച് വല്ലാത്ത കയറ്റുവേന പറയേ രണ്ടു വാക്ക്. എന്ത് പറയാനാ, ഒന്നും പറയാനില്ല. എന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതില്ലേ ഞാൻ ഇനി പറഞ്ഞത് പിന്നെ ഉപ്പ പള്ളിയിൽ വരുമ്പോഴൊക്കെ വരും. ഞാനാക്കുമ്പോൾ ചോറ് എന്തിനാ വെറുതെ വെച്ച് നേരത്തെ അതിലല്ല അതിൻ്റെല്ല വിമാനം നേരത്തെ ഇറങ്ങിയ പിന്നെ ഉണ്ടാക്കും. പറയ് കൊടുമ്പീകരൻ ഞാൻ വിചാരിച്ചു വേറെ ആരാനും രണ്ടാളല്ലേ പറഞ്ഞിട്ടുള്ളൂ. അല്ല ഞാനല്ലേ പറഞ്ഞ വെള്ളിയാഴ്ച വരാ. സാറ് ഞെട്ടി, ശരിക്കും ഞെട്ടി. അമ്മേ ഇത്രയും കാറ് വാങ്ങുന്ന പൈസ ഉണ്ടെങ്കിൽ മയറിന് പൊന്നും ആയിക്കൂടേനോ. തേക്കിങ്ങാടും മൈതാനം പകുതിയും കൂടെ എഴുതി തരാന്ന് പറഞ്ഞാൽ ഇതുപോലെ ആവുമോ? ഗൈസ്, അപ്പോൾ ഡേ 2 ഓഫ് മൈ ഷോർട്ട് വെക്കേഷൻ. ഞാനും പീറ്ററും ലഞ്ച് കഴിക്കാൻ പോകുന്നു. ഇവിടെ അടുത്തൊരു ഷാപ്പിൽ നല്ല ചോറ്, ബീഫ്, മീൻ, ചിക്കൻ, അത് ചെറിയ ഒരു വിട്ടേ. क्या बोलता है? बिल्कुल सही है अല്ലേ? बिल्कुल सही है. അപ്പോൾ ഞങ്ങൾ പോകുന്നു. ബൈ ദുബായ്. ഞങ്ങൾ ഫുഡ് കഴിച്ചു. അടുത്തൊരു കേസിൻ്റെ വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്തു. കേസിൻ്റെ കാര്യം, ആ കേസിൻ്റെ കാര്യം പിന്നെ പറയാം. വീട്ടിൽ വണ്ടി ഓടിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. കൽപ്പറ്റ അങ്ങാടിയുടെ രാജവീതിയിലൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് ഞങ്ങൾ സിന്ദൂർ, കൽപ്പറ്റക്കാരുടെ അഭിമാനമായ സിന്ദൂർ, കൽപ്പറ്റക്കാരുടെ മറ്റൊരു അഭിമാനമായ വാൾനട്ട്, പിന്നെ കൽപ്പറ്റക്കാരുടെ മറ്റൊരു അഭിമാനമായ ജോക്കി. അവിടെ അനുസരിക്കണ്ട അതിൻ്റെ ഉള്ളിൽ ജോക്കിയുടെ ജോക്കി സെൻട്രൽ ജുമാ മസ്ജിദ് കൽപ്പറ്റ. സെൻട്രൽ അത് നമ്മൾ പോകാത്തതുകൊണ്ട് നമുക്കറിയില്ല. ജോക്കി ഗൈസ്, അങ്ങനെ ഷഡ്ഡി വാങ്ങണമെങ്കിൽ ഇവിടുന്ന് വാങ്ങാം. എൻ്റെ പേര് പറഞ്ഞാൽ 10% ഡിസ്കൗണ്ട് എടുക്കാം. കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം. അഡസ്റ്റൻ മിഷാൽട്ടൻ. വാലറ്റ് നമ്പർ 2. പിന്നെ ഇന്ത്യയുടെ അഭിമാനമായ SBI. പിന്നെന്താ ഉള്ളത്? നമ്മളെ അഭിമാനമായ മൈജി. മോനെ പൊന്നു മോനെ വല്ലോ ആർക്കെ അവർ കമ്പി ഇട്ട് സൂക്ഷിച്ചു. അതിമ പോയി കാലൊക്കെ ഉണ്ടാ പുറത്തേക്ക് രണ്ടാറിഞ്ഞിട്ട് അതിന് ആ തലത്തിൽ കിട്ടി പുറത്തേക്ക്. ഇങ്ങോട്ട് വരുന്ന തട്ടാനോ ഞാൻ ഇവിടെ ഈ ഭാഗത്ത് അഥവാ ഒരാളെ തട്ടിത്തെറിപ്പിക്കാം. ഓടി ഇല്ല
എൻ്റെ നാനോ വെക്കേഷൻ്റെ ലാസ്റ്റ് ഡേ. ഇന്ന് നൈറ്റാണ് ഫ്ലൈറ്റ്. വൈകിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ അതിന് മുന്നേ പോകുന്നതിന് മുമ്പേ ഈ നാനോ വെക്കേഷനിൽ വളരെ നാനോ റീയൂണിയൻ. ഞങ്ങളെ സ്കൂൾ ഗ്രൂപ്പിലെ 3 പേര്, ഞാൻ, പീറ്റർ, സർജുൻ, ഞങ്ങൾ സ്കൂൾ വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ സർജുന് ഇന്നേ ലീവ് ഉള്ളൂ. അപ്പം ഇന്ന് സർജുനെയും കൂട്ടിയിട്ടെന്നല്ല, സർജുൻ എത്തിയിട്ടുണ്ട് ഓൾറെഡി. നേരെ ഒന്ന് സ്കൂളിൽ പോകാമെന്നുള്ള, വെറുതെ സ്കൂൾ വരെ നടക്കാമെന്നുള്ളതിൽ. ആർച്ച് ബിഷപ്പ് വന്നത് തന്നെ. ആർച്ച് ഉണ്ടല്ലേ ഇവിടെ കയറാനും പെർമിഷനോ? പണ്ട് വന്നതാ. പെർമിഷൻ ചോദിച്ചിട്ട് കയറാം, വെറുതെ വല്ലതും അംഗങ്ങൾക്കൊന്നും പ്രോസിക്യൂട്ടഡ് മറ്റേ ട്രെസ്പാസസ് വിൽ ബി ഷോട്ട്. ആദ്യം അവിടെ തന്നെയാണല്ലോ. ഇതാണ് ഞങ്ങളെ സ്കൂള്. ഇതാണ് പീറ്റർ, ഇതാണ് സർജൻ. പുതിയ വ്ളോഗ്. എല്ലാ വ്ളോഗിലും നീ ഉണ്ടല്ലോ ഡേ. അന്ന് നമുക്ക് പ്രായം കുറവായിരുന്നല്ലോടാ. നോൺ സ്മോക്കിംഗ് ഏരിയ പണ്ടൊക്കെ. നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഇതൊന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്ത് സിഗരറ്റ് വരും? നീ ഇവിടെ നിന്നല്ലേ വന്നേ? നീ ഇവിടെ നിന്ന് അതേ ഷേപ്പ് ഇതിലുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളെല്ലാ കാപ്പിത്തോട്ടത്തിൽ പോയിരുന്നു. നീ എന്തിനാ കാപ്പിത്തോട്ടത്തിൽ പോയത്? അവിടെ നല്ല തണുപ്പാ. അല്ലെങ്കിൽ നിനക്ക് തണുപ്പിനോട് ഭയങ്കര ആവേശമാണ്. പണ്ടത്തെ ഹൈജമ്പ് കോട്ട് ഹൈജമ്പിന്റെ കോട്ട്, ഞങ്ങളെ ഫുട്ബോൾ കോട്ട്. ഇവിടുന്ന് ഓടി വരും. അടിയാ. അതിനായിട്ട് സ്പെഷ്യൽ ഒരു ഷൂസ് ഉണ്ട്. അത് അടിക്കാനുള്ള ഒരു മാത്രം സ്പെഷ്യൽ ഷൂ. ഇതാ ലോ എല്ലാവേ വെള്ള ഇട്ടിട്ട് ബുധനാഴ്ച സീന്. ഡേയ് സ്വന്തം ക്ലാസ് ഫോട്ടോ നോക്കണേ. ഇതൊക്കെ പീറ്ററേ നോക്ക്. പീറ്റർ സർജറി. പീറ്റർ സർജറി. ഞാൻ താഴെ എവിടെയോ മേലെ അമൽനാഥ്. ഒരു സെക്കൻഡ്. മേലെ അതാ മേലെ അൻവറിന്റെ ഇപ്പുറത്ത്.